അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് മക്കൾക്ക് സുഖമാണ്. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആരെയും കുറ്റം പറയാനും ആരെയും പരിഹസിക്കാനും അല്ല. എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്ത് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടുമില്ല എൻ്റെ ചാനൽ അങ്ങ് കാണണേന്ന്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ കാണണ്ട. വെറുതെ കിടന്നിട്ട് കമൻറ്റുകൾ എഴുതി പിടിപ്പിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ആരവസ്ഥയും ആരെയും വീട്ടിൽ പോയി നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഈ പറയണ കേട്ടറിവും കാര്യങ്ങളും ഞാൻ നേരം വെളുത്ത് ഇവിടെ കിടന്ന് പണി ചെയ്ത് ഇനി ഇതാ 1-1:15 ആകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് കൊച്ചു മക്കളെ കാര്യം നോക്കണം, ബാക്കിയുള്ളതല്ല. എൻ്റെ വീട്ടിൻ്റെ കാര്യങ്ങൾ ഫുള്ള് എൻ്റെ കൺട്രോളിലാണ്. അത് അവനവന് തുഴയുമ്പോഴേ അറിയത്തുള്ളൂ. നിങ്ങളവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാലും ഈ ചൂട് സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ എന്തായിരിക്കും അവസ്ഥയെന്ന്. ഇത്രയും ഞാൻ ഈ ജോലി ചെയ്തിട്ട് നിൽക്കുമ്പോഴും എൻ്റെ 3 മക്കളെ ഓർത്തിട്ടാണ്. അവിടെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞും എഴുതി പിടിപ്പിക്കണേയും ചെയ്യുന്നവർ ഇതൊന്ന് അധ്വാനിച്ച് നോക്കണം. അപ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ വില. പിന്നെ ആരെയും സർട്ടിഫിക്കറ്റൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഞാനിനി ഇങ്ങനെ അങ്ങ് ജീവിച്ചുകൊണ്ട് നിങ്ങളാരും എനിക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യുകയും വേണ്ട. എന്തായാലും നാവടാ പാടുപെട്ടിട്ട് തന്നെയാണ് ഞാൻ അത് കിടന്ന് അധ്വാനിക്കുന്നത്. മക്കളെ ആരും ഇല്ല മിണ്ടാനും പറയാനും പോലും. ചില കമൻറ്റുകളൊക്കെ എഴുതി പിടിപ്പിക്കുമ്പോൾ റിപ്ലൈ തരാത്ത എന്തെന്നറിയാമോ? വേണ്ട, എന്തിനാ നിങ്ങളൊക്കെ മറ്റുള്ളവരെ കുത്തി നോവിക്കുക അല്ലെങ്കിൽ എന്തോ ചെയ്തോ. ഞാൻ എന്തായാലും ഒരാളെയും നിന്നും കട്ടും പൊട്ടിച്ചിട്ടില്ല. അതെനിക്ക് എപ്പോഴും ഞാൻ റബ്ബിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ മക്കൾ വളരുന്നത് വരെയുള്ള കഷ്ടപ്പാടേ ഉള്ളൂ. അവർ കുറച്ചും കൂടെ ആയാൽ എനിക്ക് എവിടെയെങ്കിലും ദൂരോട്ട് നിന്ന് പണി ചെയ്താലും എൻ്റെ മക്കൾ പ്രാപ്തരായിക്കോളും. പക്ഷെ ഇപ്പം എൻ്റെ മക്കളെ കളഞ്ഞിട്ട് പോകാൻ പറ്റൂല. ഞാൻ നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തും ഒന്നും പറയുന്നില്ലല്ലോ. വീട്ടിലൊന്നും വന്ന് ഞാൻ എൻ്റെ ചാനലിലൂടെയല്ലേ പറയുന്ന. അവനവൻ തുഴഞ്ഞു നോക്കണം, അപ്പോഴറിയാം അതിൻ്റേതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കേട്ടാ. രാവന്തിയോളം കിടന്ന് പണിയെടുത്താലും കൂലിയില്ലാത്ത ശമ്പളമാണ് വീട്ടിലത്. പക്ഷേ ഇത് കിട്ടുന്ന ഈ 400 രൂപ ഉണ്ടല്ലേ, അൽഹംദുലില്ലാ എനിക്ക് ബർക്കത്ത് തന്നെയാണ്. ഞാൻ ഇനിയും 1-1:15 മണിയാവും ഇവിടുന്ന് പോകും. അത്ര പാലും എടുത്ത്, അത്ര ഫുള്ള് പാലും എടുത്ത്. ഇനിതാ ഇത്ര മരം കൂടെ ഉണ്ട്. കാരണം എനിക്ക് ജോലി ചെയ്തേ ജീവിക്കാൻ പറ്റൂ. ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് സുഖിക്കുന്നവളല്ല. പണിയുള്ളപ്പോൾ പണിയുണ്ട്, ഇല്ലാത്തപ്പോൾ ഞാൻ എന്തെങ്കിലും പണിക്ക് അല്ലാതെയും പോകും. മക്കളെ പോറ്റണ്ടേ. നിങ്ങളെ കൊണ്ട് ഒത്തിരി ഒന്നും മിണ്ടാതെ അടക്കി വെക്കുമോ? സമാധാനത്തിൽ ഞാനൊന്ന് ഈ മക്കളെ ഒന്ന് പോറ്റിയെടുത്തോട്ട്. വിവരക്കേടുകളും കേസ് അതിൻ്റെ വഴിക്ക് പോകണുണ്ടല്ലോ. വിവരക്കേടുകളും തോന്നിയാസങ്ങളും പറയുമ്പോൾ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയല്ല. വക്കീലൊന്ന് പറഞ്ഞ് ഒത്തിരി ഒന്ന് മൗനം പാലിക്കാൻ. കാരണം എന്ന് വെച്ചാൽ എന്നാലേ നമുക്ക് കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ്. അല്ലാതെ എനിക്ക് പേടിച്ചിട്ട് വരാത്തതോ അല്ലെങ്കിൽ മിണ്ടാത്തതോ ഒന്നും അല്ല ഞാൻ. എനിക്കും ഉണ്ടൊരു മനസ്സ് കേട്ടാ. ഞാനൊരു സ്ത്രീയാണ്. അതിലൊരു ഉപരി ഇത് അപമര്യാദയായ രീതിയിൽ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഞാനന്ന് സഹിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം.